ഹായ് എവ്രിവൺ. ഈ വീഡിയോ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിനെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് പ്രതിരോധം അളക്കുന്നതിനെ കുറിച്ചാണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്നാൽ സർ ചാൾസ് വീറ്റ്സ്റ്റൺ എന്ന ആൾ 1843 മെച്ചപ്പെടുത്തിയെടുത്ത ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഒരു ഓമിൽ നിന്ന് കുറച്ചു മെഗാ ഓമിലേക്കുള്ള ഇതുവരെ അറിയാൻ കഴിയാത്ത റെസിസ്റ്റൻസ് അളക്കുന്നതിന് ഇതുപയോഗിക്കുന്നു. ഇലക്ട്രിക്കൽ ബ്രിഡ്ജിൽ ഒരു സമാന്തര സർക്യൂട്ടിന്റെ രണ്ട് ലൈനുകൾ ഒരു ഗാൽവനോമീറ്ററുമായി ചേർന്ന് അതിലൊരു ലൈനിലെ അറിയാത്ത റെസിസ്റ്റൻസിന്റെ മൂല്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കുറഞ്ഞ റെസിസ്റ്റൻസിന്റെ കൃത്യമായ അളവുകൾക്കായി വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നു. റെസിസ്റ്റൻസിലെ രൂപത്തിലെ മാറ്റത്തിന്റെ താപനില, മർദ്ദം, സ്ഥാനചലനം എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള ട്രാൻസ്ഡ്യൂസറുകളായി വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് കൂടുതലും വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറയാം. 5 ആപ്പിളിന്റെ വില 50 രൂപയാണെന്ന് അനുമാനിക്കുക. അങ്ങനെയെങ്കിൽ 10 ആപ്പിളിന്റെ വില കണ്ടെത്താൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ആപ്പിളിന്റെ വിലയുമായി താരതമ്യപ്പെടുത്തി തീർച്ചയായും 10 ആപ്പിളിന്റെ വില കണ്ടെത്താം. അതുപോലെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജും അറിയപ്പെടുന്ന റെസിസ്റ്റൻസിന്റെ മൂല്യം വെച്ച് താരതമ്യപ്പെടുത്തി അറിയാത്ത റെസിസ്റ്റൻസിന്റെ മൂല്യം അളക്കുന്നു. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ പിന്നിലെ തത്വം എന്താണ്? വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് അസന്തുലിതമായ വ്യതിചലനത്തിനും അല്ലെങ്കിൽ സന്തുലിതമായ പ്രവർത്തന രീതിക്കും ഉപയോഗിക്കുന്നു. ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് അളക്കുന്നത് മറ്റു രീതികളെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യമായിരിക്കും. കാരണം സന്തുലിതമായതോ അസന്തുലിതമായതോ ആയ മാർഗം ഉപയോഗിച്ചാണ് നമുക്ക് റെസിസ്റ്റൻസ് ലഭിക്കുന്നത്. സർക്യൂട്ടുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ട് റെസിസ്റ്ററുകൾ, അതായത് പിയും ക്യൂയും പോയിന്റ് എ എന്ന ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു കൂട്ടം റെസിസ്റ്ററുകൾ, അതായത് ആർ, എസ് എന്നിവ പോയിന്റ് ബി എന്ന ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ രണ്ട് റെസിസ്റ്ററുകൾ സി, ഡി പോയിന്റുകളിൽ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എ, ബി പോയിന്റുകൾക്കിടയിൽ ഒരു വിളക്ക് അല്ലെങ്കിൽ ബൾബ് ബന്ധിപ്പിക്കുക. പി, ക്യു, ആർ, എസ് എന്നിവയിലെ ഓരോ ഘടകത്തിലൂടെയും ഒഴുകുന്ന വൈദ്യുതി യഥാക്രമം I1, I2, I3, I4 എന്നിവയിലും ബൾബ് ILുമാണെന്ന് കരുതുക. സി, ഡി പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് സ്രോതസ്സിലേക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ഘടകങ്ങളിലും കറന്റ് പ്രവഹിക്കും, കൂടാതെ ബൾബ് പ്രകാശിക്കും. ഈ അവസ്ഥയെ അസന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നു. കാരണം വ്യത്യസ്ത കറന്റ് ഫ്ലോയും കൂടാതെ റെസിസ്റ്റർ P/Q അനുപാതം R/Sന് തുല്യമല്ലാതെ വരുമ്പോൾ. വ്യവസ്ഥ 2. I1, I2 വൈദ്യുതധാരകൾ തുല്യവും I3, I4 എന്നീ വൈദ്യുതധാരകളും തുല്യമാണെന്ന് വിചാരിക്കുക. പോയിന്റ് എയ്ക്കും ബിക്കും ഇടയിൽ വോൾട്ടേജ് ഉറവിടമില്ല. അതിനാൽ ബൾബിലേക്ക് കറന്റ് ഒഴുകുന്നില്ല, അതായത് ബൾബ് ഓഫാണ്. ഈ അവസ്ഥയെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. ഒപ്പം അത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലെ ഇതുവരെ അറിയാത്ത റെസിസ്റ്റൻസ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. P/Qന്റെ അനുപാതം R/Sന് തുല്യമായിട്ടുണ്ടാവുമ്പോൾ ഇത് സംഭവിക്കുന്നു. ചുരുക്കത്തിൽ P/Qന്റെ അനുപാതം R/Sന് തുല്യമല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുകയും കറന്റിന്റെ ഒഴുക്ക് കാരണം ബൾബ് പ്രകാശിക്കുകയും ചെയ്യും. P/Qന്റെ അനുപാതം R/Sന് തുല്യമാണെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ സംഭവിക്കുകയും ബൾബ് പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ കറന്റ് വേണ്ട. ഇനി മൂല്യങ്ങൾ ചർച്ച ചെയ്യാം. കേസ് 1. P, Q, R, S എന്നിവയുടെ റെസിസ്റ്റർ മൂല്യങ്ങൾ യഥാക്രമം 100 ഓംസ്, 50 ഓംസ്, 75 ഓംസ്, 24 ഓംസ് എന്നിവയാണെന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മൾ റെസിസ്റ്റൻസ് മൂല്യങ്ങളെ അനുപാതത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുമ്പോൾ 100/50 = 75/25. നിങ്ങൾക്ക് 2 = 3 എന്ന് ലഭിക്കും. അത് തുല്യമാവുകയില്ല. അതിനാൽ സർക്യൂട്ട് അസന്തുലിതമാണ്. അതിനാൽ എ, ബി എന്നിവയ്ക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിൽക്കുന്നു. ഇത് കറന്റ് ഫ്ലോ ഉണ്ടാക്കുകയും ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു. സർക്യൂട്ട് എങ്ങനെ സന്തുലിതമാക്കാം? ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് റെസിസ്റ്റർ R മാറ്റി പകരം 75 ഓംസിന്റെ അതേ മൂല്യത്തിലേക്ക് സജ്ജമാക്കുക. സർക്യൂട്ട് സന്തുലിതമാക്കാൻ Rന്റെ റെസിസ്റ്റർ മൂല്യം 75 ഓംസിൽ നിന്ന് 50 ഓമായി കുറയ്ക്കുക. അനുപാതത്തിൽ മൂല്യം മാറ്റിസ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് 100/50 = 50/25 എന്ന് ലഭിക്കും. ഫലം 2:2 ആണ്. അനുപാതം ബാലൻസ് ആയാൽ അവിടെ വോൾട്ടേജ് ഇല്ല, ബൾബിൽ കറന്റ് ഒഴുകുന്നില്ല. കേസ് 2. PQRS എന്നിവയുടെ റെസിസ്റ്റർ മൂല്യങ്ങൾ യഥാക്രമം 1000 ഓംസ്, 10 ഓംസ്, 500 ഓംസ്, 100 ഓംസ് എന്നിവയാണെന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മൾ റെസിസ്റ്റൻസ് മൂല്യങ്ങളെ അനുപാതങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കുമ്പോൾ P/Q = R/S. 1000/10 = 500/100.
അനുപാതം 10.5 ആണ്. അത് തുല്യമല്ല. അതിനാൽ സർക്യൂട്ട് അസന്തുലിതമാണ്. റെസിസ്റ്റർ Q മാറ്റി വ്യത്യസ്തമായ റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡീക്കേയ്ഡ് റെസിസ്റ്റൻസ് ബോക്സ് ഉപയോഗിച്ച് റെസിസ്റ്റൻസ് മൂല്യങ്ങൾ 10 ഓം മുതൽ 200 ഓം വരെ വർദ്ധിപ്പിക്കുക. അങ്ങനെ സർക്യൂട്ട് സന്തുലിതമാകും. അനുപാതത്തിൽ മൂല്യം പകരം വയ്ക്കുക. നിങ്ങൾക്ക് 1000/200 സമം 500/100 ലഭിക്കും. ബലം 5 സമം 5 ആണ്. രീതി 2. അല്ലെങ്കിൽ എസിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ ഇടുകയും മൂല്യം 100 ഓമിൽ നിന്ന് 5 ഓം ആക്കുകയും ചെയ്യുക. അപ്പോൾ 10:10 എന്ന അനുപാതത്തിൽ സർക്യൂട്ട് സന്തുലിതമാകും. അനുപാതം ബാലൻസ് ആയാൽ ഒരു വോൾട്ടേജ് ഇല്ല. ബൾബിൽ കറന്റ് ഒഴുകുന്നില്ല. നമുക്ക് ബ്രിഡ്ജ് സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു ബ്രിഡ്ജ് രൂപപ്പെടുത്തുന്നതിന് റെസിസ്റ്ററുകൾ PQRS എന്നിവ ഡയമണ്ട് ആകൃതിയിൽ ബന്ധിപ്പിക്കുക. റെസിസ്റ്ററുകൾ PQ എന്നിവ യഥാക്രമം 200 ഓം, 50 ഓം എന്നിവയുടെ നിശ്ചിത മൂല്യങ്ങളായിരിക്കട്ടെ. കൂടാതെ റെസിസ്റ്റർ R ഒരു വേരിയബിൾ റെസിസ്റ്ററോ ഡീക്കേയ്ഡ് റെസിസ്റ്റൻസ് ബോക്സോ ആകട്ടെ. S എന്നത് ഇതുവരെ അറിയാത്ത റെസിസ്റ്റൻസ് അളക്കേണ്ട ഏതെങ്കിലും മൂല്യത്തിന്റെ റേഞ്ച് തിരഞ്ഞെടുക്കുക. നിലവിലെ ഒഴുക്ക് മനസ്സിലാക്കാൻ A-B പോയിന്റുകൾക്കിടയിൽ ഒരു ഗാൽവനോമീറ്റർ ബന്ധിപ്പിക്കുക. ഒരു ബാലൻസ് ബ്രിഡ്ജ് നേടുന്നതിന് പ്രതിരോധം കൂട്ടണോ കുറയ്ക്കണോ എന്ന് ഗാൽവനോമീറ്റർ നിങ്ങളോട് പറയും. ഒരു സ്വിച്ച് ഉപയോഗിച്ച് C-D പോയിന്റുകൾക്കിടയിലുള്ള സർക്യൂട്ടിലേക്ക് ബാറ്ററി ബന്ധിപ്പിക്കുക. S സ്വിച്ച് അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. ഗാൽവനോമീറ്റർ വലത് അല്ലെങ്കിൽ ഇടത് വശത്ത് ഒരു വ്യതിചലനം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗാൽവനോമീറ്റർ വലതുവശത്ത് വ്യതിചലിക്കുകയാണെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ Rൽ റെസിസ്റ്റൻസ് മൂല്യം കുറയ്ക്കുക. അങ്ങനെ ഗാൽവനോമീറ്റർ സൂചി മധ്യസ്ഥാനത്തുള്ള സീറോ പൊസിഷൻ സൂചിയിലേക്ക് നീങ്ങുന്നു. ഗാൽവനോമീറ്റർ സൂചി കൃത്യമായി 0 സ്ഥാനത്തിൽ എത്തുന്നതുവരെ ഡീക്കേയ്ഡ് റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസ് മൂല്യം കുറയ്ക്കുന്നത് തുടരുക. ഗാൽവനോമീറ്റർ ഇടതുവശത്തേക്ക് വ്യതിചലിക്കുകയാണെങ്കിൽ ഗാൽവനോമീറ്റർ 0 എത്തുന്നതുവരെ വേരിയബിൾ റെസിസ്റ്റർ Rന്റെ റെസിസ്റ്റൻസ് മൂല്യം ഉയർത്തുക. ഇപ്പോൾ ഡീക്കേയ്ഡ് റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നുള്ള റെസിസ്റ്റൻസ് R ശ്രദ്ധിക്കുക. ഗാൽവനോമീറ്റർ റീഡിംഗ് കൃത്യമായി 0 എത്തുന്നതുവരെ റെസിസ്റ്റൻസ് മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക. വേരിയബിൾ റെസിസ്റ്റർ Rന്റെ റെസിസ്റ്റൻസ് മൂല്യം കുറയ്ക്കുകയും അത് അനുപാതത്തിൽ നൽകുകയും ചെയ്യുക. P/Q = R/S. Rന്റെ റെസിസ്റ്റൻസ് മൂല്യം 100 ആണെങ്കിൽ അപ്പോൾ അനുപാതം 200/50 സമം 100/S. S = 200/50 × 100. S = 400 ഓംസ്. അതിനാൽ അൺനോൺ പ്രതിരോധം ഒപ്പം S 400 ഓംസ് ആണെന്ന് കണ്ടെത്തി. നമുക്ക് മറ്റൊരു ബ്രിഡ്ജ് സർക്യൂട്ടുമായി ചർച്ച ചെയ്യാം. PQRS എന്നീ 4 റെസിസ്റ്ററുകളുള്ള ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക. R, S എന്നീ റെസിസ്റ്ററുകൾക്ക് യഥാക്രമം 500 ഓംസ്, 1000 ഓംസ് എന്നിങ്ങനെ നിശ്ചിത മൂല്യങ്ങളായിരിക്കട്ടെ. കൂടാതെ P ഒരു വേരിയബിളും Q എന്നത് ഒരു അൺനോൺ റെസിസ്റ്റൻസും ആയിരിക്കട്ടെ. റെസിസ്റ്റർ Pയുടെ റെസിസ്റ്റൻസ് മൂല്യം 1000 ഓംസായി സജ്ജമാക്കുക. A-B എന്ന പോയിന്റുകൾക്കിടയിൽ ഗാൽവനോമീറ്റർ ബന്ധിപ്പിക്കുകയും C-D എന്നിവയ്ക്കിടയിൽ സ്വിച്ച് S ഉള്ള ബാറ്ററി ബന്ധിപ്പിക്കുകയും ചെയ്യുക. സ്വിച്ച് അടച്ചു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ സൂചി 0 നിന്ന് ചില ശ്രേണികളിലേക്ക് വ്യതിചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വലതുവശത്തോ ഇടതുവശത്തോ റീഡിംഗുകൾ ആയിരിക്കാം. ഗാൽവനോമീറ്റർ വലതുവശത്ത് വ്യതിചലിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. സർക്യൂട്ട് അസന്തുലിതമായ അവസ്ഥയിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഗാൽവനോമീറ്റർ 0 സ്ഥാനം കൃത്യമായി വായിക്കുന്നതുവരെ റെസിസ്റ്റർ Pയിലെ റെസിസ്റ്റൻസ് ക്രമേണ കുറയ്ക്കുക. ഇത് ഒരു സന്തുലിതമായ അവസ്ഥയാണ്. Pയുടെ റെസിസ്റ്റൻസ് മൂല്യം ശ്രദ്ധിക്കുക. ബാലൻസിംഗിന് ശേഷം റെസിസ്റ്റൻസ് മൂല്യം 500 ഓംസ് ആണെന്ന് അനുമാനിക്കാം. P, R, S എന്നിവയുടെ അനുപാതത്തിൽ മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. P/Q = R/S. 500/Q സമം 500/1000. ഇതിൽ നിന്ന് Q സമം 500/1000 × 500. അതിനാൽ നമുക്ക് Q 250 ഓംസായി ലഭിക്കും. മേൽപ്പറഞ്ഞ 2 വ്യത്യസ്ത സർക്യൂട്ടുകളിൽ നോൺ റെസിസ്റ്റൻസ് മൂല്യം താരതമ്യപ്പെടുത്തി അൺനോൺ റെസിസ്റ്റൻസ് കണ്ടെത്തി. അതിനാൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് സർക്യൂട്ടിന് 4 റെസിസ്റ്ററുകൾ ആവശ്യമാണ്. 2 നോൺ റെസിസ്റ്ററുകളും ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നതിന് ഒരു വേരിയബിൾ റെസിസ്റ്ററും അളക്കാനായി വേണ്ട 4ാമത്തെ റെസിസ്റ്ററും. നമ്മളുടെ സൗകര്യാർത്ഥം വേരിയബിൾ റെസിസ്റ്ററിനെ ബ്രിഡ്ജ് സർക്യൂട്ടിന്റെ ഏത് ഭാഗത്തേക്കും ബന്ധിപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് നിർമ്മിക്കാനും വീറ്റ്സ്റ്റൺ രീതി ഉപയോഗിച്ച് അൺനോൺ റെസിസ്റ്റൻസ് മൂല്യം കണ്ടെത്താനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.